എൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള അമ്പലത്തിൽ നിന്ന് ഉത്സവമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാവരും പോകുന്നുണ്ട്. രാവിലെ തന്നെ ഉച്ചത്തേക്കുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടോ. ചോറ് തിളച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. തക്കാളിയാണ് ഇന്ന് വാട്ടുന്നത് കേട്ടോ. കൂടെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ കൂട്ടിയിട്ട് മാത്രം ചോറിനാൻ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് അതുണ്ടാക്കിയത്. നമ്മളെ വീട്ടിൽ നല്ല രീതിയിൽ വഴുതനങ്ങയൊക്കെ ഇങ്ങനെ വളരുന്നുണ്ട് കേട്ടോ. ഈ മല്ലിച്ചപ്പ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാണ് കേട്ടോ. വെള്ളത്തിൽ നമ്മുടെ മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒരു കവറിട്ട് മൂടി വെച്ചാൽ മതി. ഒരു 2 ആഴ്ച നാശാവാതിരിക്കും. രാത്രി ഒഴിച്ച് വെച്ച കഞ്ഞിവെള്ളമൊക്കെ ഞാൻ ദൂരെ കൊണ്ടുപോയി കളയാൻ കേട്ടോ. കണ്ടിപ്പോൾ 6 മണി കഴിഞ്ഞു, പക്ഷേ നേരം വെളുത്തിട്ടേ ഇല്ല കേട്ടോ. നല്ല ഇരുട്ടാണ്. അങ്ങനെ നമ്മൾ തുളസി വെള്ളമാണ് കേട്ടോ നമ്മളെല്ലാവരും കുടിക്കാൻ വേണ്ടി എടുക്കുന്നത്. തുളസി എല്ലാം കൊണ്ടുപോയി ഇട്ടിട്ട് അടിപൊളി വെള്ളമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രാവിലത്തെ പണികൾ ഏകദേശം കഴിഞ്ഞു. ഇന്നലെ മോര് കറി വെച്ച സമയത്ത് കുറച്ച് മോരെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇതാ ഒരു ചെറിയ ചള്ളാസും കൂടി ആക്കിയിട്ടുണ്ട്. റേഷനരി ആയതുകൊണ്ട് തന്നെ ചോറ് പെട്ടെന്ന് വെന്തു കേട്ടോ. അത് നൂറ്റി വെക്കുന്നുണ്ട്. ഊറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കുത്തു നിവർത്തണം കേട്ടോ. ഇല്ലാച്ചാൽ അത് പായസമായി പോവും. അങ്ങനെ ഇത് നല്ല ചൂട് കാപ്പിയൊക്കെ ഇട്ടിട്ട് ആ കാപ്പി ഇങ്ങനെ പുറത്ത് പോയി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഊതി കുടിക്കുന്നതിൻ്റെ സുഖം വേറെ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയിരുന്നൊന്ന് കാപ്പിയൊക്കെ കുടിക്കാൻ കേട്ടോ. നല്ല ചൂടും നല്ല രസമുണ്ട്. പുറത്ത് നല്ല ഇരുട്ടും കിളികളുടെ ശബ്ദമൊക്കെയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചപ്പോഴേക്കും എൻ്റെ രാവിലത്തെ ഏകദേശം എല്ലാ പണികളും തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.